ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും ആധാർ കാർഡ്. ആ ആധാർ കാർഡ് ഇത്തരത്തിലുള്ള പേപ്പർ ആധാർ കാർഡാണ്. എന്നാൽ ഇന്ന് സർക്കാർ നമുക്ക് എല്ലാവർക്കും തന്നെ ഇത്തരത്തിലുള്ള PVC ആധാർ കാർഡുകൾ വീണ്ടും തരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ മൊബൈലിൽ ഇരുന്നുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക. ബ്രൗസറിന്റെ അഡ്രസ് ബാറിൽ uidai.gov.in എന്ന വെബ്സൈറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. ഇത് ആധാർ കാർഡ് സംബന്ധമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ തന്നെ ഇതുപോലെ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ലൈഡ് നമുക്ക് കാണാം, ആധാർ PVC കാർഡ് എന്ന്. നിങ്ങൾ അതിൽ ടച്ച് ചെയ്യുക. അപ്പോൾ മറ്റൊരു ടാബ് ഓപ്പൺ ആകും. അവിടെ നമുക്ക് ഇതുപോലെ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള ഒരു ഭാഗവും അതിന് താഴെ സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്യുക എന്നൊരു ഭാഗവും കാണാം. അപ്പോൾ ആദ്യം കാണുന്ന ഭാഗത്ത് നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ സെക്യൂരിറ്റി കോഡ് എന്ന ഭാഗത്ത് അതിന് താഴെ കാണിച്ചിരിക്കുന്ന കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ സെൻഡ് OTP എന്ന ബട്ടൺ അമർത്തുക. ഈ ബട്ടൺ അമർത്തുന്നതോടുകൂടി നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ അതിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് SMS ആയി വരുന്നു. SMS ആയി ലഭിച്ചിരിക്കുന്ന ആ ഒരു കോഡ് എൻ്റർ OTP എന്നതിന് താഴെയുള്ള ഭാഗത്ത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നതിന് നേരെ ഒരു ടിക്ക് മാർക്ക് ഇടുക. അതിനായിട്ട് ആ സ്ക്വയറിലൊന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടൺ അമർത്തുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആ ആധാർ കാർഡിൻ്റെ വിവരങ്ങൾ ഇതുപോലെ കാണാനാകും. PVC ആധാർ കാർഡ് കിട്ടുന്നതിന് നമ്മൾ 50 രൂപ പേയ്മെൻറ്റ് സർക്കാരിന് നൽകേണ്ടതുണ്ട്. അതിനായിട്ട് ഇവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നൊരു ബട്ടൺ കാണാം. അത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് നൽകാവുന്നതാണ്. മേക്ക് പേയ്മെൻറ്റ് എന്ന ബട്ടൺ അമർത്തുന്നതോടെ നമ്മൾ മറ്റൊരു പേജിലേക്ക് എത്തുകയും അവിടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അതായത് ATM കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ, ഭീം ആപ്പ്, ഫോൺ പേ എന്നിങ്ങനെയുള്ള UPI ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ടോ പേയ്മെൻറ്റ് നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ കാണാം. നമുക്ക് എളുപ്പത്തിൽ പേയ്മെൻറ്റ് നടത്തുന്നതിന് കാർഡ് എന്നത് സെലക്ട് ചെയ്യാം. ഇനി കാണുന്ന ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ ATM കാർഡിൻ്റെ വിവരങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ടിക്ക് മാർക്ക് കിടക്കുന്നത് നമുക്ക് കാണാം, ഹൈഡായി കിടക്കുന്നത്. അത് നമ്മൾ അവിടെ നിന്നും ഒഴിവാക്കുക. തുടർന്ന് പ്രൊസീഡ് എന്ന ബട്ടൺ അമർത്തുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു OTP മെസ്സേജ് കൂടി വരും. അതിൽ ലഭിക്കുന്ന ആ കോഡ് ഇവിടെ എൻ്റർ OTP എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ അമർത്തുക. ഇത്രയും ചെയ്യുന്നതോടുകൂടി പേയ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയും ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന മറ്റൊരു മെസ്സേജ് ഇതുപോലെ കാണാനുമാകും. ഇങ്ങനെ പേയ്മെൻറ്റ് നൽകി കുറച്ച് ദിവസത്തിന് ശേഷം നമുക്ക് പോസ്റ്റലായിട്ട് നമ്മുടെ PVC ആധാർ കാർഡ് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ സാധാരണ പേപ്പർ ആധാർ കാർഡ് അത് PVC ആധാർ കാർഡായി മാറ്റുന്ന ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്യുക. മറ്റൊരുമായി മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.